ഇവിടെ ഇതൊക്കെ നമ്മൾ ഹൈദരാബാദിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഉണ്ടാക്കി ആരെങ്കിലും പാഴ്സൽ മേടിച്ച് പോകാൻ വേണ്ടി റെഡിമെയ്ഡ് ആക്കി വെച്ചിരിക്കുകയാണ്. റെഡിമെയ്ഡ് ഹൈദരാബാദിലുള്ള ഒരു സ്ഥലമാണ്. നമ്മളിപ്പം ഇവിടെ നമ്മുടെ ഒരു കമ്പനി ഉണ്ട് അവിടെ വന്നപ്പോൾ ഞാൻ ഇവിടെ പുഴയാണ്. ഇവിടുന്ന് പുഴയെല്ലാം കൊണ്ട് ഇറങ്ങി കഴിഞ്ഞില്ലേ നല്ല സെറ്റപ്പ് മീനുകളൊക്കെ കിട്ടും. നല്ല ഇവിടുത്തെ ഒരു ബായി പിടിക്കുന്നത് കണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എപ്പോഴും വരാറുള്ള സ്ഥലമാണ്. ഒന്നത് വലിയ വലിയ മീനുകളാണ് മൊത്തം പിടിക്കുന്നത് ഈ പുഴ. ഇവിടെ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനകത്ത് അത്രയും വലിയ മീനുണ്ടോ നമുക്കറിയത്തില്ല പോലെ. പക്ഷേ എല്ലാം വളർത്തു മീൻ ടൈപ്പാണ്. വലിയ ഒരു കിലോ 2 കിലോ 3 കിലോ ഉള്ള വലിയ വലിയ മീനുകളാണ് ഇവിടെ ഇതിനകത്തുള്ളത്. അപ്പോൾ ഞാനിപ്പം പറയാമായിരുന്നു ചൂണ്ടാണ്ടാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഇട്ട് കുറച്ച് മീൻ പിടിച്ചുകൊണ്ട് ഫ്രൈ അടിക്കാമെന്ന്. പക്ഷെ അവിടം വരെ എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നോക്കാം, കുറച്ച് മുമ്പോട്ട് കയറി നോക്കാം, അവിടം വരെ പോകാൻ പറ്റുമെന്ന് നോക്കാം. വലയൊക്കെ ഇട്ടാൽ നല്ല വലിയ വലിയ മീനുകൾ കിട്ടും ഗൈസ്. ഓക്കെ, നമുക്ക് നോക്കാം. പരിചയമില്ലാത്ത സ്ഥലമാണ്. പോത്തിനെ ഇറക്കിയിട്ടുണ്ട്. ഇതാണ് സ്ഥലം. ഈ പുഴയിലാണ് മീനുള്ളത്. ഇവിടെ വല്ല പാമ്പൊക്കെ ഉണ്ടോ എന്നറിയത്തില്ലാണ്ട് പോത്തുകൂട്ടന്മാർ വെള്ളത്തിൽ കൂടെ നടക്കുന്നുണ്ട് ഗൈസ്. കണ്ടോ മാര് വെള്ളത്തിൽ കൂടെ കളിക്കുക. എന്നാണ് വെള്ളത്തിൽ ചൂടത്ത് നീന്തി കളിക്കുക കേട്ടോ. ഗൈസ് ഇവിടെ നല്ല ഒരു ഊട്ടി സ്റ്റൈലാണ്. മരമൊക്കെ നിൽക്കുന്നുണ്ട്. ഊട്ടി പോലത്തെ അടിപൊളി സ്ഥലങ്ങളാണ്. ഒരു വലിയ കമ്പനിയാണ് ഇവിടെ. റിസോർട്ടും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ഞാനൊരു വീഡിയോ എടുത്തോട്ടെ. കിലോയ്ക്ക് 40 രൂപയുള്ള നമ്മളൊന്ന് വില ധരിക്കായിരുന്നു. 40 രൂപ. കേരളത്തിൽ എത്രയാണെന്ന് അറിയാം? 80 രൂപ അല്ലേ? 80 രൂപ അല്ലേ? കോഴി കൂടുതൽ പ്രിയപ്പെട്ട ആൾക്കാർ നേരെ ഹൈദരാബാദ് വരിക, ജലപ്പള്ളി വന്നിട്ട് ചിക്കൻ മേടിക്കുക. നല്ല ലാഭമായിരിക്കും. ഇവിടെ 60 രൂപ ഉള്ളു. ഇവിടെ 60 രൂപ ഉള്ളു. ഇത് റോഡിന് നടുക്ക CRPFന്റെ ഹൈദരാബാദ് ഓഫീസാണ്. തക്കാളി കൂടെ 10 രൂപ ഉള്ളതൊക്കെ വെറുതെ അടിച്ചുകൊണ്ട് ഗൈസ്. 20 രൂപ തക്കാളി, 1 കിലോ 20 രൂപയാണ്. ഇവിടെ എല്ലാം നിറഞ്ഞ ഷോപ്പാണ് ഗൈസ്. അപ്പോൾ നമ്മൾ റുമാൻ്റെ അടുത്ത് തിരിക്കണം. റുമാൻ നമ്മളിപ്പോഴാണെങ്കിൽ വരാറുള്ളത് പേര് വായിക്കാൻ പറ്റുന്നില്ല. ഫ്രൂട്ട് ജ്യൂസ് റുമാൻ അവിടെ ആണ്ടത് എഴുതിക്കുന്നുണ്ട്. റുമാൻ അവിടെ റുമാൻ ഗൈസ്. നമ്മൾ ജ്യൂസ് കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ജ്യൂസിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് മന്തിയിൽ വന്നിരിക്കുകയാണ്. ഫുഡ് കഴിക്കാം. താലി നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് തുറന്ന 6 മണി ആയതുള്ളൂ. രാത്രിയായിട്ടില്ല, 6 മണി ആയതുള്ളൂ സമയം. ആ ടൈമിൽ വന്ന് ഇപ്പം മന്തി വന്നിട്ടില്ല. വന്നു കഴിക്കും. വിശന്നിട്ട് രക്ഷയില്ല. ഒന്ന് കഴിച്ചിട്ടുമില്ല. തുറന്ന കാര്യം. അപ്പം നല്ല അടിപൊളി മട്ടൻ മന്തി വരും ഗൈസ്. സൂപ്പ് വന്നിരിക്കുകയാണ് ഗൈസ്. ഫസ്റ്റ് കണ്ട മട്ടൻ സൂപ്പ്. उधर भी दोनों एक टाइप का कलेक्शन में क्या करें? और थोड़ा सा लग रहा है टाइम कितना लग रहा है? മന്തിയൊക്കെ കഴിച്ച് പ്ലേറ്റൊക്കെ കാലി. പ്ലേറ്റ് മൊത്തം കാലി, ഫുള്ള് കാലി. കുറച്ച് എല്ലൊക്കെ കിടപ്പുണ്ട്. കഴിച്ച് അതിനും അവിടെ ഇരുന്നുണ്ട്. സോപ്പ് പിടിച്ച് എല്ലാം സെറ്റായിട്ടിരിക്കുക. നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടുന്ന് നേരെ ബാംഗ്ലൂർ. അങ്ങനെയില്ല, എല്ലാം എടുത്തൊരു ഫേമസ് ചായയാണ് ടിക്കാസൻ എന്ന് പറയുന്ന ചായ. ടിക്കാസൻ കട്ടൻ ചായ വലിയൊരു
കട്ടൻ ചായയാണോ ടിക്കാസനാണോ നമുക്ക് കുടിച്ചിട്ട് പറയാം. എങ്ങനെയാണോ നോക്കാം. ടിക്കാസൻ കുടിച്ചോണ്ടിരിക്കുക. ആ ആ അപ്പോൾ മന്തിയൊക്കെ കഴിച്ച് മക്ക് പിടിച്ചിരിക്കുക. പിന്നെ നേരെ കാച്ചിക്കുട റെയിൽവേ സ്റ്റേഷനിൽ നേരെ ബാംഗ്ലൂർ രാവിലെ 10 മണിയാകുമ്പോൾ ചെല്ലും. എലങ്ക റെയിൽവേ സ്റ്റേഷനിൽ. പിന്നെ അവിടുന്ന് നാളെ രാത്രിയിൽ ഏതെങ്കിലും ഒരു ട്രെയിനോ അല്ലെങ്കിൽ ബസ് നോക്കും. നാളെ ഓഗസ്റ്റ് 15 ട്രെയിൻ ഫെയർ ഫ്ലൈറ്റ് ചാർജൊക്കെ ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഫ്ലൈറ്റ് നോക്കിയിട്ട് നമുക്ക് 12,000-14,000 രൂപയാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ബാംഗ്ലൂർ നോക്കിയപ്പം നേരെ ബാംഗ്ലൂർ 1,800. അത് നാളെ ഒരു വൈകുന്നേരം ഒരു 1,500 എടുത്ത് ബസ് വരെ. അതാണ് എനിക്ക് 8,000 രൂപ പോകുന്നത്. ആ പൈസയൊക്കെ പൈസ ഒരുപാട് കളയുന്നില്ല. നേരത്തെ കുറച്ച് ലാഭിക്കാമെന്ന് വെച്ച് ബിസിനസ് റെഡിയായി വരുന്നുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ മന്തിയൊക്കെ കഴിച്ച് പുറത്ത് പോവാം. അപ്പോൾ മന്തി നേരെ റെയിൽവേ സ്റ്റേഷൻ. കച്ചിഗുഡ റെയിൽവേ സ്റ്റേഷനാണ് ഗൈസ്. കച്ചിഗുഡ അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഇതൊരു രാജകൊട്ടാരം പോലെ ലൈറ്റിംഗ് ഒക്കെ ചെയ്തു. ഓഗസ്റ്റ് 15 അതിൻ്റെ ഒരു കളർ. സെൻറ്റർ പൊളിച്ചു വെച്ചിരിക്കുക. അടിപൊളിയായിട്ട് വെച്ചിരിക്കുക. സെറ്റാ. പോവാണ് എലങ്ക എക്സ്പ്രസ്, യോനക് എക്സ്പ്രസ്. സെക്കന്ദരാബാദ് അല്ല, കച്ചിഗുഡയാണ് വണ്ടി എടുക്കുന്നത്. പഴയ ട്രെയിനാണ്, പുതിയ ട്രെയിനല്ല. ഒരു സ്റ്റോപ്പും കൂടെ ഉണ്ട്. എലങ്ക റെയിൽവേ സ്റ്റേഷനിൽ 1 സ്റ്റോപ്പ്. 9:30 വണ്ടി ബാംഗ്ലൂർ 30 കിലോമീറ്റർ പുറത്തേക്ക്. റെയിൽവേ സ്റ്റേഷൻ ബാംഗ്ലൂർ. ഇവിടുന്ന് ഇപ്പോൾ ഒരു ഊബർ എടുത്തിട്ട് നേരെ MG റോഡിലോട്ട് പോകണം. ഇവിടെ കയറി ഇവിടുന്ന് ഞാൻ അപ്പുറത്തെ സൈഡിൽ ചെന്ന് അവിടുന്ന് പോയിട്ട് താഴെ ഇറങ്ങി പോകണം. എലങ്ക ജംഗ്ഷനിൽ. അപ്പോൾ നമ്മൾ എലങ്ക റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് സൈഡിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. എലങ്ക ജംഗ്ഷൻ. ബൈ. കിടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടം വരും. വേറെ വണ്ടി വന്നിട്ടില്ല. റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് ഗൈസ്. നമ്മൾ വണ്ടി 8 മിനിറ്റ് വെയിറ്റാണ്. 8 മിനിറ്റിന് ഡിലേ ഉള്ള സെറ്റപ്പാണ് തോന്നുന്നത്. നാളെ ഓഗസ്റ്റ് 15 ഊബർ എത്രയായിട്ട് വന്നിട്ടില്ല. ആദ്യം ഒരു ഊബർ ബുക്ക് ചെയ്ത് അത് ക്യാൻസൽ ചെയ്തിട്ട് അത് ഭയങ്കര ടൈമായിട്ട് രണ്ടാമത് ഓട്ടോ ബുക്ക് ചെയ്ത് അത് ക്യാൻസൽ ചെയ്തിട്ട് മൂന്നാമത് പുള്ളിയും പറഞ്ഞ് വെയിറ്റാണ്, ട്രാഫിക്കാണ്, ബാംഗ്ലൂർ ട്രാഫിക്കാണ്. അതുകൊണ്ട് വെയിറ്റ് ചെയ്ത് പിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. നമ്മുടെ നേരത്തെ വണ്ടിയാണ്. നേരത്തെ വണ്ടി ഇപ്പോഴാണ് വന്നത്. ട്രിപ്പ് ക്യാൻസൽ ചെയ്താൽ വന്ന് ഗൈസ് യൂബറിനോട്ട്. ഓക്കെ.